ഇങ്ങനെ ഒരു ചക്ക ബജ്ജി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആണ് ഇത്. ചക്ക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണ്. അത് പച്ചയായാലും ശരി പഴുത്തായാലും ശരി ഞാൻ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യും കേട്ടോ. അപ്പൊ ഇന്നിപ്പോ വെറുതെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ അടിപൊളി ടേസ്റ്റ് ആണ് ഈ ഒരു സാധനത്തിന്. അത് നമുക്ക് മാത്രമല്ല കേട്ടോ, കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടപ്പെടും. അത് ഈ പാത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, ഉണ്ടാക്കി ഇട്ടത് മാത്രമേ കണ്ടുള്ളൂ കേട്ടോ, അപ്പോഴേക്കും അത് കാലിയായി. അതിന് ഞാനിവിടെ പച്ച ചക്കയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഞാൻ ഇതുപോലെ ചെറുതായിട്ട് നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. വലുതാക്കി അരിയാതെ ഇതുപോലെ അരിയുന്ന തന്നെ ആയിരിക്കും കേട്ടോ നല്ലത്. അല്ലെങ്കിൽ അത് വറക്കുന്ന സമയത്ത് ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും അതുപോലെ തന്നെ കറിവേപ്പില എടുക്കുന്നുണ്ട്, പിന്നെ കായത്തിന്റെ പൊടി എടുക്കുന്നുണ്ട്, അതുപോലെ ക്രഷ്ഡ് ചില്ലി ചതച്ച മുളക് ഒരു ടീസ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ നിറച്ചും. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കടലമാവ് ചേർക്കുന്നുണ്ട്, അതുപോലെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ഞാൻ മൈദ കൂടി ചേർക്കുന്നുണ്ട്, ഒരു 1.5 ടേബിൾ സ്പൂൺ. അത് ഇപ്പൊ ചേർക്കുന്നില്ല, അതൊന്ന് കുഴച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പൊ അരിപ്പൊടി ചേർത്തതിന് ശേഷം ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉപ്പ് ആവശ്യത്തിന് എടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഇതുപോലെ കയ്യിൽ ഒഴിച്ചിട്ട് കുഴച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് ഒഴിച്ചാൽ മതി. വെള്ളം ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്, നമുക്ക് ആ ഒരു നനവ് കിട്ടണം. അതായത് ഇത് ഇങ്ങനെ കയ്യിൽ ഉരുട്ടിയെടുക്കാനുള്ള ആ ഒരു പാകത്തിന് കിട്ടണം. കണ്ടോ, ഇനിയാണ് ഞാൻ മൈദ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ മാത്രം ചേർക്കുന്നുള്ളൂ. ഇനി അത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി മൈദ ചേർക്കണ ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ കടലമാവ് തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൈദയും അതിലോട്ടൊക്കെ നന്നായിട്ട് പിടിച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കയ്യിൽ ഇങ്ങനെ പരത്തി പരത്തി എടുത്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉരുട്ടിയെടുക്കണേക്കാട്ടും നല്ലത് ഇതുപോലെ ചെറിയ പരത്തിയ പോലെ എടുത്തിട്ട് ചെറുതാക്കി ഇട്ട് കൊടുക്കുന്ന, കാരണം അതിന്റെ ഉള്ളൊന്ന് വെന്ത് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇനി ഒന്നുമില്ല കേട്ടോ, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാനിത് ചെയ്തെടുത്തിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെക്കണം എന്നുള്ളവർക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. പെട്ടെന്ന് അങ്ങനെ കരിഞ്ഞൊന്നും പോകുന്നില്ല ഇത്. എന്നിട്ട് ഓരോ മിനിറ്റ് കൊടുത്തോറും നമുക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക. തിരിച്ചിടുമ്പോൾ സൂക്ഷിക്കുക കേട്ടോ, കാരണം ഇത് പൊട്ടിപ്പോകരുത്. അപ്പൊ അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് കഴിക്കാനായിട്ട്. അപ്പൊ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോസ് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ ചെയ്യണം കേട്ടോ. താങ്ക്